കാർ ഡീറ്റെയിലിംഗിന് ഉപയോഗിക്കുന്ന പലതരം പാഡുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ പെയിന്റ് പോളിഷിംഗിൽ പ്രധാനമായും 3 തരം പാഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്: ഫോം പാഡുകൾ, വൂൾ പാഡുകൾ, മൈക്രോ ഫൈബർ പാഡുകൾ. എന്തിനാണ് ശരിക്കും ഈ ഒരു 3 റേഞ്ച് ഓഫ് പാഡ്സ് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. ഈ 3 റേഞ്ച് ഓഫ് പാഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കാറുകൾ, അതായത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന വണ്ടി ഏത് രീതിയിലുള്ള പെയിന്റ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്ലിയർ കോട്ടാണ് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഏത് രീതിയിലുള്ള പാഡാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു ഷെഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പല രീതിയിലുള്ള നൈഫ് നിങ്ങളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നുണ്ടാവും. കട്ടിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം, നമുക്ക് കൂടുതൽ മൂർച്ചയുള്ള കത്തികൾ വേണ്ടി വരും. പക്ഷേ നമ്മൾ ബട്ടറൊന്നും കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെട്ടുകത്തിയൊന്നും ആരും ഉപയോഗിക്കാറില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന വണ്ടി, നമ്മളെ കയ്യിൽ കിട്ടുന്ന കാർ, ഇപ്പൊ ഏതൊരു വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടിയുടെ മുകളിൽ അടിച്ചിരിക്കുന്ന പെയിന്റ്, അതുപോലെ തന്നെ ക്ലിയർ കോട്ട്, അതിന്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട പാഡുകൾ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ട്രിക്സ്, ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഏത് രീതിയിലുള്ള വണ്ടിയാണ് കിട്ടുന്നത് എന്നതനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും യൂറോപ്യൻ കാർസ് എന്ന് പറയുന്നത്, യൂറോപ്യൻ കാർസ് എക്സ്പെഷ്യലി ജർമ്മൻ മെയ്ഡ് കാർസ്, അതിനൊക്കെ വളരെ ഹാർഡായിട്ടുള്ള ക്ലിയർ കോട്ടും വളരെ ഹാർഡായിട്ടുള്ള പെയിന്റ്സുമാണ് കണ്ടുവന്നിട്ടുള്ളത്. ജർമ്മൻ കാർസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നമ്മളുടെ യൂറോപ്യൻ ബേസ്ഡ് കാറുകളാണ്. ഇപ്പൊ ഇതിനൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള ക്ലിയർ കോട്ടും ഹാർഡായിട്ടുള്ള പെയിന്റുമാണ് കണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് സാധാരണ നമ്മളുടെ ഫോം പാഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു റേഞ്ച് ഓഫ് കാർസിന് ഹാർഡ് ക്ലിയർ കോട്ടിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്ക് മൈക്രോ ഫൈബർ പാഡ്സ് വന്നിട്ടുള്ളത്. ജാപ്പനീസ് കാർ ബ്രാൻഡുകളായിട്ടുള്ള ടൊയോട്ട, നിസാൻ, ഹോണ്ട, മാസ്ദ, മിസ്റ്റുബിഷി, ലെക്സസ്, സുസുക്കി, ഇസൂസു, പിന്നെ അതുപോലെ നമ്മളുടെ ഡാറ്റ്സൺ, ഇതുപോലെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ക്ലിയർ കോട്ടിന്റെ അല്ലെങ്കിൽ പെയിന്റിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്, അല്ലെങ്കിൽ മീഡിയം ടു സോഫ്റ്റ്വെയർ സൈഡാണ് ഇതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡുകളുടെയൊക്കെ വണ്ടികൾക്ക് നമ്മൾക്ക് ഫോം പാഡുകൾ മതിയാവും. അതും അത്ര അഗ്രസീവ് അല്ലാത്ത ഫോം പാഡുകൾ മതിയാവും നമുക്ക് ഇതിന്റെയൊക്കെ ഡിഫക്ട്സ് റിമൂവൽ ചെയ്യാം. പിന്നെ റൂപ്പസിന്റെ പാഡുകളെ പറ്റി അധികം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെപ്പറ്റി ചെറിയൊരു രീതിയിൽ പറഞ്ഞുതരാം. റൂപ്പസിന്റെ ഒരുവിധം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകുക റൂപ്പസിന്റെ ഫോം ടൈപ്പ് പാഡുകളാണ്. റൂപ്പസിന് പ്രധാനമായിട്ടും 3 കളർ കോഡുകളാണ് ഫോം പാഡിനും അതുപോലെ തന്നെ വൂൾ പാഡിനും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന മൈക്രോ ഫൈബർ പാഡിനും ഉള്ളത്. അതായത് ഏറ്റവും ഹെവി, അതായത് ഹെവി കട്ടിംഗ് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഹെവി കട്ടിംഗ് പാഡുകളും റൂപ്പസിന് വരുന്നത് ബ്ലൂ കളറിലാണ് അവരുടെ ഹെവി കട്ടിംഗ് പാഡുകളും അതുപോലെ കോമ്പൗണ്ടുകളും വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് മീഡിയം ടു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ടു ഹെവി ഒരു കോമ്പൗണ്ട് വരുന്നത് യെല്ലോ ആണ്. അതുപോലെ തന്നെ പാഡുകളും വരുന്നത് യെല്ലോ കളറിലാണ്. ഇത് ഫോം പാഡ്, ഇത് റൂപ്പസിന്റെ വൂൾ പാഡാണ്. റൂപ്പസിന്റെ വൂൾ പാഡും ഇതുപോലെ തന്നെ സെയിം കളർ കോഡിൽ തന്നെയാണ് വരുന്നത്. ഇതിന് ബ്ലൂ കളറിൽ ഹെവി കട്ടിംഗ് വൂൾ പാഡ് ഉണ്ട്. ഇത് ഇവരുടെ മീഡിയം കട്ടിംഗ് ആൻഡ് ഹെവി ഫിനിഷ്. ഈ ഒരു പാഡ് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഉപയോഗിച്ചത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഡാണ് ഇവരുടെ ഈ യെല്ലോ വൂൾ പാഡ്. എന്നുവെച്ചാൽ ഹെവി കട്ടിംഗ് നല്ല രീതിയിൽ കട്ടിംഗ് എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് കോമ്പൗണ്ട്സ് നമുക്ക് ഇതിൽ ഉപയോഗിച്ച് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഫിനിഷിംഗ് അതുപോലെ തന്നെ കട്ടിങ്ങിനും നമുക്കിത് ഈ ഒരു പാഡ് ഉപയോഗിക്കാം. അടിപൊളി ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ ഒരു പാഡ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ അതിനുശേഷം ഉള്ളതാണ് നമ്മളുടെ ഇതുവരെ നമ്മൾക്ക് ഇവിടെ ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് മൈക്രോ ഫൈബർ പാഡുകളായിരുന്നു. ഈ ടൈപ്പ് മൈക്രോ ഫൈബർ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഇതുവരെ ഇതിന് ഒരു ഫോം പാഡ് വന്നിട്ട് അതിന് പുറത്തായിട്ട് ഈ മൈക്രോ ഫൈബർ ഒട്ടിച്ചു വരുന്ന രീതിയിലായിരുന്നു ബാക്കിയുള്ള മൈക്രോ ഫൈബർ പാഡുകളൊക്കെ ഉള്ളത്. പക്ഷേ റൂപ്പസിന് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഒരു മൈക്രോ ഫൈബർ പാഡ് ഉണ്ടായിരുന്നത്. പാഡുകളെ പറ്റിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഏതെങ്കിലും ഒന്ന് ദയവ് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാഡുകളെ പറ്റിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാഡുകളെ പറ്റിയിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ വാട്സപ്പ് വഴി.
നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൂപ്പസിന്റെ ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും നമ്മളുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ വെബ്സൈറ്റ് വരുന്നത് www.grandeurrides.com എന്നാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ വെബ്സൈറ്റ് വഴി യാതൊരു രീതിയിലുള്ള ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗ്രാൻഡ്രോയിഡ്സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.